എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 71 ശ്ലോകം 41 മുതൽ 46 വരെ 6 ശ്ലോകങ്ങള്. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 71ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാന് ഏതൊക്കെ തരത്തിലാണ് ധർമ്മപുത്രൻ മഹാരാജാവും പാണ്ഡവരെ സ്വീകരിച്ചത് എന്നതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. പിതൃഷ്വസുർഗുരുസ്ത്രീണാം കൃഷ്ണശ്ചക്രേ അഭിവാദനം സ്വയം ച കൃഷ്ണയാ രാജൻ ഭഗിന്യാ ചാഭിവന്ദിത. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ പിതാവിന്റെ സഹോദരിയായ കുന്തിയെയും മറ്റു ഗുരുഭൂതകളായ സ്ത്രീകളെയും നമസ്കാരം ചെയ്തു. പാണ്ഡവന്മാരുടെ പത്നിയായിട്ടുള്ള പാഞ്ചാലി ഭഗവാനെ നമസ്കരിച്ചു. പിന്നെ ശ്രീകൃഷ്ണ സഹോദരിയും അങ്ങയുടെ പിതാമഹിയുമായ സുഭദ്രയും ഭഗവാനെ നമസ്കരിച്ചു എന്ന് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി. ഭഗവാന്റെ സഹോദരിയായിട്ടുള്ള സുഭദ്ര പരീക്ഷിത്ത് മഹാരാജാവിന്റെ മുത്തശ്ശിയാണല്ലോ. സുഭദ്രാദേവിയും ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. ശ്വശ്രുവാ സഞ്ജോദിത കൃഷ്ണ കൃഷ്ണപത്നീശ്ച സർവശ ആനർച്ച രുക്മിണീം സത്യാം ഭദ്രാം ജാംബവതീം തഥാ കാളിന്ദീം മിത്രവിന്ദാം ച ശൈബ്യാം നാഗ്നജിതീം സതീം അന്യാശ്ചാഭ്യാഗതായാസ്തു വാസസ്രംഗ് മണ്ഡനാദിഭി. കുന്തിദേവിയുടെ കൽപ്പന പ്രകാരം പാഞ്ചാലി രുക്മിണി, സത്യഭാമ, ഭദ്ര, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, ശൈബ്യ, നാഗ്നജിതി മുതലായിട്ടുള്ള കൃഷ്ണ ഭാര്യമാരെ, ഭഗവാന്റെ അഷ്ടപത്നിമാരെ വസ്ത്രമാല്യ അലങ്കാരങ്ങൾ കൊണ്ട് വീണ്ടും വിധം ഉപചരിച്ചു. പ്രധാനപ്പെട്ട പത്നിമാരെ 8 പേരാണല്ലോ, അവരെ വേണ്ട പോലെ സൽക്കരിക്കണം എന്ന് കുന്തിദേവി പറഞ്ഞതിനനുസരിച്ച് പാഞ്ചാലിയാണ് അവരെ വേണ്ട വിധം സൽക്കരിച്ച് ഉപചരിച്ചത്. സുഖം നിവാസയാമാസ ധർമ്മരാജോ ജനാർദ്ദനം സസൈന്യം സാനുഗാമാത്യം സഭാര്യം ച നവം നവം. രാജാവായ ധർമ്മപുത്രര് ശ്രീകൃഷ്ണനെയും സൈന്യങ്ങളെയും ഭൃത്യന്മാരെയും മന്ത്രിമാരെയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യമാരെയും പ്രതി ദിവസം ഓരോ ദിവസം പുതിയ പുതിയ സമ്പ്രദായത്തില് സൽക്കാരം ചെയ്ത് സുഖമായിട്ട് പൂജിച്ചു. ഒരു ദിവസം പൂജിച്ച പോലെയല്ല, പിറ്റേ ദിവസം അത് വേറെ തരത്തിലാണ്. അങ്ങനെ പുതിയ പുതിയ തരത്തില് വേണ്ട പോലെ അങ്ങനെ എത്ര സൽക്കരിച്ചിട്ടും മതിയാവണില്ല ധർമ്മപുത്രർക്ക്. തർപ്പയിത്വാ ഖാണ്ഡവേന വഹ്നിം ഫാൽഗുന സംയുത മോചയിത്വാ മയം യേന രാജ്ഞേ ദിവ്യാസഭാകൃത. ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തൊക്കെ ഉപകാരങ്ങളാ ചെയ്തിരിക്കുന്നത്, അതെല്ലാം സ്മരിച്ചുകൊണ്ടാണ്. എത്ര എത്ര അദ്ദേഹത്തിനെ ആദരിച്ചാലും സൽക്കരിച്ചാലും മതിയാവില്ല പാണ്ഡവന്മാർക്ക്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഭഗവാൻ അർജുനോട് കൂടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ബ്രാഹ്മണ വേഷം ധരിച്ചിട്ട് അഗ്നി ഭഗവാൻ വന്നു. ആ അഗ്നി ഭഗവാന്റെ അപേക്ഷ പ്രകാരം ഖാണ്ഡവം എന്നു പേരായ വനത്തെ ദഹിപ്പിക്കാൻ അഗ്നിക്ക് സമ്മതം കൊടുത്ത് അഗ്നിയെ തൃപ്തിപ്പെടുത്തി ഭഗവാൻ. അങ്ങനെ അഗ്നിദേവൻ സന്തുഷ്ടനായിട്ട് ഗാണ്ഡീവം അർജുനന് കൊടുത്തു. അഗ്നിയെ കൊണ്ട് തന്നെ ഗാണ്ഡീവം കൊടുപ്പിച്ചു അർജുനന്. ഏറ്റവും നല്ല വില്ലല്ലേ
അർജുനന് ഗാണ്ഡീവം. ആ കാട്ടുതീയിൽ കിടന്ന് ദഹിക്കാൻ ഭാവിക്കുന്ന മയൻ എന്ന അസുര ശില്പിയെ അതിൽ നിന്ന് മോചിപ്പിച്ചു. മയൻ അങ്ങോട്ട് വല്ലാത്ത സന്തോഷം. അപ്പൊ ആ മയൻ എന്താണ് അങ്ങേക്ക് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നിന്നപ്പോ അങ്ങനെയാണ് ആ മയനെ കൊണ്ട് ധർമ്മപുത്രർക്ക് ഇരുന്ന് രാജ്യകാര്യ ആലോചന ചെയ്യാൻ തക്ക ഇത്രയും വളരെ യോഗ്യതയുള്ള ഒരു ദിവ്യമായിട്ടുള്ള ഒരു സഭ നിർമ്മിപ്പിച്ചു കൊടുത്തു. അത് ആ സഭയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ സഭയിൽ പ്രവേശിക്കുന്നവര് രാജാവിന്റെ ശത്രുക്കളാണെങ്കിൽ അവർക്ക് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തോന്നും, ആ ടൈൽസ് ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ട സ്ഥലം തോന്നും ഇതിൽ വെള്ളം ഉണ്ടെന്ന് തോന്നും. അത് ശത്രുക്കൾക്ക് മാത്രം. അങ്ങനെ വെള്ളം കണ്ടാലോ സ്ഥലമാണെന്നും തോന്നും. അങ്ങനെയാണ് ദുര്യോധനൻ പാണ്ഡവരുടെ ശത്രു അല്ലേ, ഏറ്റവും വലിയ ശത്രു ദുര്യോധനൻ. എപ്പോഴും അവരെ നശിപ്പിക്കാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുന്ന ദുര്യോധനൻ ആ സഭയിൽ പ്രവേശിച്ചപ്പോ എന്താ ഉണ്ടായത്? അവിടെ ഉരുണ്ട് വീണില്ലേ? വെള്ളം കണ്ടപ്പോ വെള്ളം ഉണ്ടെന്ന് തോന്നി നടന്നപ്പോ. അപ്പൊ എന്തായി? വേഗം മുണ്ടൊക്കെ പൊക്കി പിടിച്ചപ്പോ നാണക്കേടായി. അത് കഴിഞ്ഞ് സ്ഥലം കണ്ടപ്പോ അവിടെ വെള്ളാണെന്ന് തോന്നിയില്ല. അങ്ങനെ വേഗം നടന്നു. അങ്ങനെ വെള്ളത്തില് വീണ്. അതാണല്ലോ യുദ്ധത്തിന് പിന്നെ കാരണമായത്. പാഞ്ചാലി ചിരിച്ചു എന്നും അങ്ങനെയൊക്കെ ഉള്ള. അങ്ങനെ ആ മായാവിയായ മയം നിർമ്മിച്ച ഈ സഭ പോലെ ഒരു സഭാമണ്ഡപം ലോകത്തില് വേറൊരു ആൾക്കും ഒരു സ്ഥലത്തും ഇല്ല. ആ ദിവ്യമായിട്ടുള്ള സഭ അത് കൊടുത്തതാരാ? ഭഗവാനാണ്. ഭഗവാനുള്ളത് കൊണ്ടാണ് അവർക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടായിരിക്കുന്നത്. അത് കുന്തിദേവിക്ക് നല്ലോണം അറിയാം. അങ്ങനെ അത്രയും അടുത്ത ബന്ധുവാമെന്ന് മാത്രമല്ല, ഭഗവാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് അതെല്ലാം ആലോചിക്കുമ്പോൾ കുന്തിദേവിക്കുള്ള ആ ഒരു ഭഗവാനോടുള്ള ആ ഭക്തിയും ആദരവും എല്ലാം കൂടിയിട്ട് എല്ലാം മനസ്സിൽ വിചാരിച്ചിട്ടാണ് അവര് പാണ്ഡവന്മാരെ ഭഗവാനെ ഭക്തിപൂർവ്വം സ്വീകരിച്ച് ഇരുത്തിയത് എന്നുള്ള പ്രത്യേകം പറയണം. അങ്ങനെ ഭഗവാൻ അവിടെ കുറെ കാലം താമസിച്ചു. ഉവാസ കതിചിന്മാസാൻ രാജ്ഞ പ്രിയ ചികീർഷയാ വിഹരൻ രഥമാരുഹ്യ ഫാൽഗുലേന ഭടൈർവൃത. രാജാവ് പറയും, കൃഷ്ണൻ പോകണ്ട, ഇവിടെ തന്നെ താമസിക്കും, എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കും, ഞങ്ങൾക്ക് കൃഷ്ണന്റെ കൂടെ ഇങ്ങനെ താമസിക്കുമ്പോഴുള്ള എത്ര സുഖം വേറെ വലിയ എന്നൊക്കെ പറഞ്ഞ് ധർമ്മപുത്രർ അങ്ങനെ ഭഗവാൻ ഓരോ ദിവസവും പറയും ഭഗവാനോട്. അങ്ങനെ രാജാവായ ധർമ്മപുത്രരുടെ ഇഷ്ടം അനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ കുറേ മാസങ്ങള് അവിടെ താമസിച്ചു. ആ സമയത്ത് ഭഗവാന്റെ ഏറ്റവും കൂട്ടുകാരനായ അർജുനനോടും ഭടന്മാരോടും കൂടി ചേർന്ന് തേരിൽ കയറി പല സ്ഥലത്തേക്ക് ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ ഇന്ന് അങ്ങോട്ട് പോവാം, ഇന്ന് അർജുന നമുക്ക്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ഭടന്മാരെയും കൂട്ടും. അർജുനനും കൃഷ്ണനും കൂടിയിട്ടാണ് പിന്നെ യാത്രകൾ മുഴുവൻ. രസമായിട്ട് അങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ കൃഷ്ണസ്യ ഇന്ദ്രപ്രസ്ഥാഗമനം നാമ ഏകസപ്തതിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.